മാസപ്പടി വിവാദത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് മാത്യു കുഴൽനാടൻ MLA. തോട്ടപ്പള്ളി മണൽ നീക്കത്തിന് ശേഷം CMRL കോടികളുടെ സാമ്പത്തിക വളർച്ച നേടിയെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നു. 2017 നഷ്ടത്തിലായിരുന്ന CMRLനെ ലാഭത്തിലാക്കിയതിന്റെ പ്രതിഫലമാണ് എക്സാലോജിക്കിന് കിട്ടിയതെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. 2017 ഫെബ്രുവരി 6-ന് CMRL മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചുവെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഇൽമനൈറ്റിന്റെ ലഭ്യതക്കുറവും ഉയർന്ന വിലയും പ്രതിസന്ധിയിലാക്കി. കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും പ്രാദേശികമായി കുറഞ്ഞ വിലയ്ക്ക് ഇൽമനൈറ്റ് ലഭിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അഭ്യർത്ഥിച്ച് CMRL സമർപ്പിച്ച നിവേദനത്തിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടതായും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27/10/2017 ചേർന്ന യോഗം, ആ യോഗം എയിം ചെയ്തത് തോട്ടപ്പള്ളിയിലെ കരിമണലിന് വേണ്ടിയിട്ടാണ്. ദ ഹോൾ എക്സസൈസ്, അവിടെ നടത്തിയ മുഴുവൻ എക്സസൈസും ആ കരിമണൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുട്ടനാട് വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്തതിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായി. ഇതിന്റെ ലാഭം CMRLനാണ് ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ. 2022 6 കോടി ലാഭം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന കമ്പനി 2023 ആയപ്പോൾ 56 കോടിയിലേക്ക് മാറി. 56 കോടിയിലേക്ക്. 2022 6 കോടിയുടെ ലാഭമുണ്ടായിരുന്ന CMRL 2023 56 കോടിയുടെ ലാഭമാണ് നേടിയത്. ഇതിന്റെ പ്രതിഫലമാണ് എക്സാലോജിക്കിന് ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. 24 കൊച്ചി.